ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 34 സങ്കീർത്തനം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നുറുങ്ങിയ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുന്നു. മനസ്സ് തകർന്ന് ഹൃദയ നുറുക്കത്തോടെ, അനുതാപത്തോടെ, കുറ്റബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ കർത്താവ് നമ്മെ സ്വീകരിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക, എളിമയോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. കർത്താവേ, ഞാൻ നിസ്സാരനാണ്, എനിക്ക് ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. കർത്താവേ, നിൻ്റെ കൃപയാൽ മാത്രമേ എനിക്കൊരു നിമിഷം നിൽക്കാൻ പറ്റുകയുള്ളൂ, ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിൻ്റെ കൃപയാൽ മാത്രമേ എനിക്കൊരു നിമിഷം പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അംഗീകരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അംഗീകാരത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. നാഥ, നിൻ്റെ വിശുദ്ധിയുടെ തേജസ്സിന് മുൻപാകെ വരാൻ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. നിൻ്റെ സ്വർഗീയ തേജസ്സിൻ്റെ തിരുമുൻപാകെ വരുവാൻ എനിക്ക് യോഗ്യതയില്ല കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനെന്ന് സ്വയം അംഗീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ഹൃദയത്തിലുള്ളതായ പാപത്തെ കണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഹൃദയം നുറുങ്ങിക്കൊണ്ട് ഉള്ളു തകർന്നുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. അവിടെയാണ് അനുഗ്രഹം ലഭിക്കുന്നത്, അവിടെയാണ് ശാശ്വതമായ ജീവൻ കൽപ്പിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് അതാണ്. ഹൃദയം തകർന്ന് പ്രവാചകൻ ദൈവത്തെ വിളിച്ചു. ഹൃദയം തകർന്ന് പ്രവാചകൻ സ്വന്തം പാപം ഏറ്റുപറഞ്ഞു. സ്വന്തം ജീവിതത്തിൻ്റെ പാകപ്പഴ മനസ്സ് നുറുങ്ങി ഏറ്റുപറയുവാൻ യോനാ പ്രവാചകൻ തയ്യാറായി. ഹൃദയത്തിൻ്റെ തകർച്ചയോടുകൂടി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ പ്രവാചകൻ തയ്യാറായി. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു വെച്ചത് മഹാമത്സ്യം യോനായി വിഴുങ്ങി എന്നാണ്. എപ്പോൾ പ്രവാചകന് ഉള്ളുനുറുക്കം ഉണ്ടായോ അപ്പോൾ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതൽ പ്രവാചകന് ലഭിച്ചു. ദൈവം പ്രവാചകനെ ജീവിക്കാൻ അനുവദിക്കുകയും പ്രവർത്തിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു. ഇനിയും തുടർന്ന് പ്രവർത്തിക്കാൻ. ജീവിതം തീർന്നു പോയിട്ടില്ല, ജീവിതം അവസാനിച്ചു പോയിട്ടില്ല. ഈ പെരുവെള്ളത്തിൻ്റെ അഗാധതയിൽ തീർന്നു പോയിട്ടില്ല നിൻ്റെ ജീവിതം. ഈ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിൻ്റെ ജീവിതം അവസാനിച്ചു പോയിട്ടില്ല. ഇനിയും നിനക്കൊരു നല്ല ജീവിതമുണ്ട്, ഇനിയും നിനക്കൊരു ശുശ്രൂഷയുണ്ട്, ഇനിയും നിനക്ക് ശോഭനമായ ഭാവിയുണ്ട്, ഇനിയും നിനക്ക് കരേറ്റമുണ്ട്, ഇനിയും നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് അനുഭവത്തിലൂടെ ദൈവം തെളിയിച്ച് പ്രവാചകനോട് ഇടപെടുകയാണ് ചെയ്തത്. മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി. എന്താണ് അതിന് കാരണം? ഈ പ്രവാചകൻ വാസ്തവത്തിൽ ആദ്യം കുറ്റബോധമുള്ള വ്യക്തിയല്ല. പ്രവാചകൻ സ്വയം അഭിമാനിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് ഈ 1-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ്റെ യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ കാണാം. വായിക്കാം നമുക്ക് ആ വാക്യം. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയുമുണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നുവെന്ന് പറഞ്ഞു. ഞാനൊരു എബ്രായനാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ ഭജിച്ചു വരുന്നു. പ്രവാചകന് കുറ്റബോധമില്ല. പ്രവാചകൻ ദൈവത്തിന് വിരുദ്ധ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും, എതിരായി പ്രവർത്തിക്കുമ്പോഴും, എതിരായി സഞ്ചരിക്കുമ്പോഴും, ദൈവകൽപ്പനയെ ലംഘിച്ചു പോകുമ്പോഴും ഞാൻ ദൈവത്തെ ഭജിച്ചു വരുന്നു എന്നാണ് അഭിമാനത്തോടെ പറയുന്നത്. അനേകരിന്ന് അങ്ങനെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ മാനസാന്തരപ്പെട്ടവനാണ്, ഞാൻ വീണ്ടും തന്നെ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചതാണ് എന്നെല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പലരും അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വിരുദ്ധമായിട്ടാണ് പോകുന്നത്.
ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നത് ഭാവിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സ്വയം ചില ന്യായീകരണങ്ങളും നീതീകരണങ്ങളുമുണ്ട്. നിങ്ങളുടെ സ്വയം മരിച്ചിട്ടില്ല, നിങ്ങളുടെ ഈഗോ മരിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ അഭിമാനിക്കുന്നത് ഞാൻ ദൈവത്തെ ഭജിക്കുന്നു എന്നാണ്. ഞാൻ കടലും കരയുണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു എന്ന് അഭിമാനത്തോടെയാണ് പ്രവാചകൻ പറയുന്നത്. എന്നാൽ പ്രവാചകൻ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് യാത്ര ചെയ്യുന്നുവെന്ന്. കുറ്റബോധമില്ലാതിരിക്കുമ്പോഴും പറയുന്ന വാക്കുകൾ പാവബോധത്തിൽ നിന്നല്ല, ചില അക്ഷരത്തിൽ മാത്രം തങ്ങുന്നതായ ഏറ്റുപറച്ചിലാണ്. അത് അടുത്ത വാക്യത്തിൽ കാണാം. ഞാൻ സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. എന്താണത്? ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, ആ കപ്പലിലുള്ളതായ ആളുകളെല്ലാം അത്യന്തം ഭയപ്പെട്ടു. അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനെങ്ങനെ ചെയ്തുവെന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. അവൻ യോനാ പ്രവാചകൻ കപ്പലിലുള്ളവരോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പരിധി വിട്ട് ഓടിപ്പോവുകയാണ് എന്ന്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഞാൻ ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ദൈവത്തോട് പറഞ്ഞ വാക്കിൽ നിന്ന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കുകയാണ്, ഞാൻ ഓടിപ്പോവുകയാണ് എന്ന് ഈ യോനാ തന്നെ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെയും അഭിമാനത്തോടെ പറയുന്നത് എന്താണ്? ഞാൻ സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് സത്യം പറയുമ്പോൾ പോലും, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന സത്യം ഏറ്റുപറയുമ്പോൾ പോലും കുറ്റബോധത്തോടെയല്ല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും അങ്ങനെയാണ്. ഞാൻ ഇതുവരെയും വേണ്ടതുപോലെ നിന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയും. പക്ഷേ കുറ്റബോധമില്ല. എനിക്കിപ്പോഴും ശരിയായി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയും. അവിടെ കുറ്റബോധമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപം മുഴുവനായിട്ട് വിട്ടിട്ടില്ല എന്ന് പറയും. നിങ്ങൾക്ക് ആ പറയുന്ന വാക്കിൽ നിങ്ങൾ വളരെ ഉപരിപ്ലവമായ ഒരാശയമാണ് നിങ്ങൾ അതിൽ കൊണ്ടുവരുന്നത്. ആഴത്തിലുള്ള കുറ്റബോധത്തിലേക്ക് അങ്ങ് ചൂഴ്ന്നിറങ്ങുന്നതായ അനുതാപത്തിൻ്റെ വാക്കുകളല്ല വരുന്നത്. അനുതാപത്തിൻ്റേതല്ല. ഞാൻ വേണ്ടതുപോലെ ആയിട്ടില്ല, ചില പോരായ്മകളുണ്ട്, ചില ബലഹീനതകളുണ്ട്, ഞാൻ ഒരു ശരിയായ രീതിയിൽ ആത്മീയമായി നിന്നിട്ടില്ല എന്നെല്ലാം പറയുന്ന ഒരു ചടങ്ങ് പോലെ പറയുകയാണ്. എനിക്കിനി വളരെ കാര്യങ്ങൾ ശരിയാകാനുണ്ട്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒട്ടേറെ പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പോലും ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള അനുതാപത്തിൻ്റെ വിവശതയിൽ നിന്നല്ല പറയുന്നത്. അനുതാപത്തിൻ്റെ വിവശത നമുക്ക് വരണം. യോനാ പ്രവാചകന് ആ അനുതാപം വന്നില്ലെന്ന് മാത്രമല്ല, അഭിമാനമാണ് വരുന്നത്. അനുതാപത്തിൻ്റെ പകരം അഭിമാനം ദോഷമാണത്. നിങ്ങൾക്ക് പലതിലും ചില അഭിമാനകരമായ കാര്യങ്ങൾ തോന്നുന്നുണ്ടാകും. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, ദൈവവേലയിൽ ഇന്ന രീതിയിൽ ഞാൻ സഹായിച്ചില്ലേ, ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഇന്ന രീതിയിൽ സഹായിച്ചില്ലേ, ഞാൻ അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ തിരുവചനം വായിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, ദൈവവേലയിൽ സഹകരിക്കുന്നു, പല പല കാര്യങ്ങൾ നമുക്ക് അഭിമാനത്തോടെ പറയാനുണ്ട്. സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന്, നാളുകളായി ഞാൻ ഭജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്, ഞാൻ സത്യാരാധകനാണ് എന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ഉടനെ വെറും പുറജാതിക്കാരായ ആളുകൾ യോനായോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അവർ ഭയപ്പെട്ടു, അത്യന്തം ഭയപ്പെട്ടു. അവർ ഭയപ്പെട്ടത് ദൈവത്തെ ഭജിച്ചു വരുന്നെന്ന് കേട്ടപ്പോഴല്ല. ദൈവത്തെ ഭജിച്ചു വരുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ളിൽ ദൈവഭയമില്ല. ദൈവത്തെ ഭജിച്ചു വരുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് പാപബോധമില്ല, അനുതാപമില്ല. അത് അവർക്ക് മനസ്സിലായി, ഈ ദൈവപുരുഷന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ മർമ്മം പറഞ്ഞു തരാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോരായ്മകൾ വെറും സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ആത്മീയ ജീവിതം എത്ര ദരിദ്രമാണ് എന്ന്, എത്ര പോരായ്മയുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അനേകം ആളുകൾ ചുറ്റുപാടുമുള്ളവർ, ആത്മീയ പരിജ്ഞാനം ഇല്ലാത്തവർ പോലും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. അതൊരു വലിയ സവിശേഷതയാണത്. ഈ മനുഷ്യർ അവരത്യന്തം ഭയപ്പെട്ടു. അവർ വേവലാതി കൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനങ്ങനെ ചെയ്തു? നീ ദൈവത്തെ ഭജിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നിരിക്കുകയല്ലേ, നീ എന്തിനങ്ങനെ ചെയ്തു? അവർക്ക് ദൈവത്തെ ഭയമുണ്ട്. ദൈവപുരുഷന് ദൈവത്തെ ഭയമില്ല. ദൈവപുരുഷന് ദൈവത്തെ ഒരു പേടിയില്ല.
ഭയത്തോടും വിറയലോടും കൂടി നിൽക്കേണ്ട ദൈവപുരുഷൻ ഭയവും വിറയലും ജീവിതത്തിൽ നിന്ന് പോയിപ്പോയി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയും, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിൻ്റെ മുന്നിൽ വിറയ്ക്കണം. പ്രവാചകന് ആ വിറയലില്ലാതെ പോയി. യോനാ പ്രവാചകന് ആ ഭയപ്പാടില്ലാതെ പോയി. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം പറയുന്നത് അങ്ങനെയാണ്. ആരെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്? ഞാൻ അനുഗ്രഹിക്കുന്നത് അരിഷ്ടതയുള്ളവനെ, മനസ്സ് തകർന്നവനെ, എൻ്റെ വചനത്തിങ്കൽ വിറകൊള്ളുന്നവനെ, അവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. പ്രവാചകന് ദൈവത്തിൻ്റെ വചനത്തിൽ വിറയലുണ്ടായില്ല. ദൈവത്തെ ഭയമില്ലാതെ പോയി. ഇവരുടെ ഈ ചോദ്യം കേട്ടപ്പോൾ അപ്പോൾ പ്രവാചകൻ പയ്യെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. തെറ്റുപറ്റിയല്ലോ, ഇവർ പോലും എന്നെ തിരുത്തുന്നു. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഈ ജനം പോലും എന്നെ തിരുത്തുന്നു. വലിയ ആത്മീയ പരിജ്ഞാനമില്ലാത്ത ഈ ജനം പോലും എന്നെ തിരുത്തുന്നു. എനിക്കുള്ളതിൻ്റെ 100% ആത്മീയ പരിജ്ഞാനമോ പരിചയമോ തഴക്കമോ ഇവർക്കില്ല. ഇവരെൻ്റെ കുറ്റം പറയുന്നു. നീ എന്തിനങ്ങനെ ചെയ്തു എന്നവർ ഭയത്തോടെ പറയുന്നു, അത്യന്തം ഭയപ്പെട്ട് പറയുന്നു. പ്രവാചകൻ ചിന്തിച്ചു. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത് 12-ാം വാക്യം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രമടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. പ്രവാചകന് കുറ്റബോധമായി. ഞാനാണ് കുറ്റവാളി, ഞാനാണ് ഈ കപ്പലിലുള്ളതിലേക്കും ദോഷിയായ മനുഷ്യൻ. ഈ മെഡിറ്ററേനിയൻ കടലിൽ കൂടെ തർശീശിലേക്ക് പോകുന്ന ഈ കപ്പലിലുള്ള സകലമായ മനുഷ്യരിലും പാപി ഞാനാണ്. എൻ്റെ കുറ്റം കൊണ്ടാണ് ഈ കപ്പലിലുള്ളവർക്ക് ഛേദം വന്നിരിക്കുന്നത്. എൻ്റെ തെറ്റുകൊണ്ടാണ് ചരക്ക് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയേണ്ടി വന്നത്. എൻ്റെ തെറ്റുകൊണ്ടാണ് ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നത്. അലമാലകൾ ഇങ്ങനെ ഇളകി മറിയുകയാണ്, കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്, ചുഴലിക്കാറ്റിൽ കപ്പൽ ആടി ഉലയുകയാണ്. ഞാനാണ് ഉത്തരവാദി. ഈ കോളിലൊക്കത്തിന് കാരണക്കാരൻ ഞാനാണ്. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എന്നെ ഒഴിവാക്കിയേക്ക്, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടുകളവീൻ. എന്നെ ഒഴിവാക്കിയാൽ ഈ പ്രശ്നം തീരും. സഹോദരങ്ങളെ, കുറ്റബോധം വന്നു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം കൺവിക്ഷനാണ്, പാപബോധം. കൺവിക്ഷൻ ലഭിച്ചു. യോനാ പ്രവാചകന് കുറ്റബോധമുണ്ടായി. കൺവിക്ഷൻ, മനസ്സാക്ഷി കുറ്റപ്പെടുത്തി, തെറ്റുപറ്റിയെന്ന് ബോധ്യമായി. നിങ്ങൾക്ക് 1 ഇഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു ചുവട് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കുറ്റബോധം നിലനിർത്തുക, എന്നും തകർച്ച നിലനിർത്തുക, എന്നും അരിഷ്ടത നിലനിർത്തുക, എന്നും ആത്മാവിൻ്റെ ദാരിദ്ര്യം നിലനിർത്തുക, എന്നും ആത്മീയമായി എളിമ നിലനിർത്തുക. ഒരിറ്റ് നിങ്ങളുടെ തല പൊങ്ങുന്നുവെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് ക്ഷീണിച്ചു എന്നർത്ഥം. ഒരല്പം, ഒരു ലേശം നിങ്ങൾക്കൊരു നിഗളത്തിൻ്റെ കണിക വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ തകർന്നു എന്നാണ്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ഏതാണ്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ വീഴ്ചയുടെ അടിത്തട്ടിലായി എന്ന് ധരിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമാണത്. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ലത്, അത് ഭൗതിക ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. ഒരു വീഴ്ച, ആ വീഴ്ചയ്ക്ക് മുൻപ്, അതിന് തൊട്ട് മുൻപ് പോകും ഒരു പുള്ളി. ആര് പോകും? പ്രൈഡ്, നിഗളം. നിഗളം പോയി കഴിഞ്ഞാൽ തൊട്ട് പിറകെ അടുത്തയാൾ വരുന്നുണ്ട്, വീഴ്ച. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. നിഗളം വന്നോ ഉറപ്പാണ്, തൊട്ട് പിറകെ വീഴ്ചയുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രമാണമാക്കിയുള്ളൂ. വേദപുസ്തകത്തിൽ സദൃശവാക്യങ്ങൾ പറയുന്ന വാക്യമാണ്. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഇവിടെ കൺവിക്ഷൻ ഉണ്ടായി പ്രവാചകന്. നല്ല ലക്ഷണമാണ്, അനുഗ്രഹീതമായ ലക്ഷണം. കൺവിക്ഷൻ ഉണ്ടായി, കുറ്റബോധമുണ്ടായി. ദാവീദ് രാജാവ് എപ്പോഴാണ് ഉയർച്ചയുടെ പടവുകളിലേക്ക് കയറിയത്? ദാവീദ് രാജാവ് എപ്പോഴാണ് ഔന്നത്യങ്ങളിലേക്ക് കടന്ന് ചെന്നത്? ദാവീദിന് കുറ്റബോധമുണ്ടായി, ദാവീദിന് പാപബോധമുണ്ടായി. അവിടെ ദൈവത്തിന് കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകുമെങ്കിൽ,
നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പാപങ്ങൾ ഒന്നൊന്നായി കണ്ടുപിടിക്കാൻ, കർത്താവേ ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് പടിപടിയായി മുന്നോട്ട് കയറി പോകാം. ഇവിടെ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരോട് ഞാൻ വളരെ എളിമയോടെ അപേക്ഷിക്കുകയാണ്. നിങ്ങളിലേക്ക് നോക്കി എളിമപ്പെട്ടുകൊള്ളുക. നിങ്ങളിലേക്ക് നോക്കി എളിമപ്പെട്ടുകൊള്ളുക. ഒന്നിലും പ്രശംസിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നിലും പ്രശംസിക്കാനില്ല, ഒന്നിലും അഭിമാനിക്കാനില്ല, ഒന്നിലും പുകഴാനില്ല, ഒന്നിലും ആശ്രയിക്കാനില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ ആരോഗ്യത്തിൽ പ്രശംസിക്കാനില്ല. നിന്നിൽ നിന്ന് മാറിപ്പോകാൻ എത്ര നേരം വേണം മോനെ ഈ ആരോഗ്യം പോകാൻ? ദൈവത്തിന് സ്തോത്രം. എത്ര നേരം വേണം? നിൻ്റെ കഴിവുകൾ പോകാൻ എത്ര നേരം വേണം? നിൻ്റെ സാമർഥ്യം പോകാൻ എത്ര നേരം വേണം? നിനക്ക് ഉള്ള ബന്ധുമിത്രാദികളുടെ പിൻബലം പോകാൻ എത്ര നേരം വേണം? ഇന്ന് സഹായിക്കുന്നവരുടെ സഹായഹസ്തങ്ങൾ പിൻവലിക്കപ്പെടാൻ എത്ര നേരം വേണം? നിമിഷ നേരം. അത്രയേ ഉള്ളൂ. പലതും നേടിയെന്ന് നിങ്ങൾക്ക് തോന്നും, പലതും സമ്പാദിച്ചെന്ന് തോന്നും. നിങ്ങളിന്ന് പലതിൽ അഹങ്കരിക്കുന്നുണ്ട്. പുറമേ അഹങ്കരിക്കുന്നില്ലെങ്കിലും ഒരു ആത്മീയ ഛായയൊക്കെ നിങ്ങൾക്കുണ്ട്. ആത്മീയ ഛായയിൽ തന്നെ നിങ്ങൾ സംസാരിക്കും. അയ്യോ ഞാൻ പാവമല്ലേ, എനിക്ക് കഴിവില്ലേ, അയ്യോ ഞാൻ പാവിയാണേ എന്നൊക്കെ പറയും. പക്ഷെ അകത്ത് ചില അഹങ്കാരത്തിൻ്റെ നിഗളത്തിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊള്ളുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ശ്രദ്ധിച്ചാൽ കേൾക്കാം. അകത്തുണ്ട് ചില തനിക്ക് താൻ പോരിമകൾ, സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത, ഞാനതിന് മതി എന്നുള്ള ചിന്ത, അക്കാര്യം ഞാൻ ആയി എന്നുള്ള ചിന്ത, അത് ഞാൻ നേടിയെടുത്തേ അടങ്ങൂ എന്നുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. കൺവിക്ഷൻ വരിക, കുറ്റബോധം വരിക, പാവബോധം വരിക. കൺവിക്ഷൻ വന്നാൽ അടുത്ത് വരുന്നത് എന്താണെന്നറിയാമോ? കൺട്രീഷൻ വരും. കൺട്രീഷൻ, തകർന്ന മനസ്സ്. കൺട്രീഷൻ, ഉള്ളങ്ങ് തകരും. കൺവിക്ഷൻ, കുറ്റബോധം, കുറ്റബോധത്തിൽ നിന്ന് കൺട്രീഷൻ ഉണ്ടാകും. കൺവിക്ഷൻ, കൺട്രീഷൻ, തകർന്ന ഹൃദയം, ഉള്ളിങ്ങനെ തകരും. ഉള്ളിൽ എപ്പോഴും ഒരു തകർച്ച, എപ്പോഴും ഒരു എളിമ, അകത്ത് ഉള്ളിങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ആദ്യ സ്നേഹത്തിൽ മാനസാന്തരപ്പെട്ട ആദ്യത്തെ കാലത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ കാണും, അന്ന് നിങ്ങളുടെ കണ്ണെപ്പോഴും ഈർന്നണിഞ്ഞിരിക്കും. മാനസാന്തരപ്പെട്ട ആദ്യകാലങ്ങൾ അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങൾ ആദ്യ സ്നേഹത്തിൻ്റെ കാലങ്ങളിൽ എപ്പോഴും കണ്ണിങ്ങനെ നനഞ്ഞിരിക്കുകയില്ലേ? എപ്പോഴും ഉള്ളിങ്ങനെ തകർന്നിരിക്കുകയില്ലേ? അന്ന് നിങ്ങൾക്ക് വചനത്തോട് എന്തൊരു മധുരമായിരുന്നു, വചനത്തോട് എന്തൊരു അഭിനിവേശമായിരുന്നു, വചനം കേൾക്കാനുള്ളതായ ആർത്തി എന്തായിരുന്നു, വചനം പറയുന്നവരോട് എന്ത് സ്നേഹമായിരുന്നു, അന്ന് കൂട്ടായ്മയുള്ള ദൈവമക്കളോട് എന്തൊരു അടുപ്പമായിരുന്നു, എന്ത് അഗാധമായ സ്നേഹത്തിൻ്റെ ആ ദാർഢ്യമായിരുന്നു നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് എപ്പോഴും കണ്ണ് നനഞ്ഞിരിക്കും, എപ്പോഴും ഹൃദയം നുറുങ്ങിയിരിക്കും. കൺട്രീഷൻ. ഒന്ന് കൺവിക്ഷൻ, രണ്ട് കൺട്രീഷൻ. മൂന്നാമത്തേത് എന്താണ്? കൺവേർഷൻ. മാനസാന്തരപ്പെടുകയാണ്. എന്നെ എടുത്ത് എറിഞ്ഞ് കളവീൻ, ഞാനാണ് ഉത്തരവാദി. ഈ കുടുംബത്തിലെ പ്രശ്നം ഞാനാണ് കാരണക്കാരൻ. എൻ്റെ ഭർത്താവ് ഇങ്ങനെ വലഞ്ഞ് വിഷമിക്കുന്നതിന് കാരണക്കാരി ഞാനാണ്. എൻ്റെ മക്കൾ ഇതുപോലെ ബുദ്ധിയില്ലാതെ പോകുന്നതിന് കാരണം ഞാനാണ്. അവരുഴപ്പുന്നതിന് കാരണം ഞാനാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടിയുള്ളതായ വഴക്കടിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കിട്ടാൻ പറ്റാതെ വരുന്നതും അവരുടെ പഠിത്തം മുടങ്ങിപ്പോയതും. അവർ വായിക്കാനിരിക്കുമ്പോൾ അവർക്ക് വായന ശരിയാകാതെ പോകുന്നതും പഠിക്കുന്നത് ശരിയാകാതെ പോകുന്നതിനും കാരണം ഞാനും എൻ്റെ ഭാര്യയും എന്നുള്ള അഭിപ്രായ വ്യത്യാസമാണ്. കുറ്റം കാണുകയാണ്, തെറ്റ് മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബത്തിൽ ചില കെടുതികൾ വരാൻ കാരണം ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടെത്തണം. എൻ്റെ കോപസ്വഭാവമാണ്, എൻ്റെ വാശിയും വഴക്കുമാണ്, എൻ്റെ വൈരാഗ്യ പ്രകൃതമാണ്, എൻ്റെ കടുംപിടുത്തമാണ്, എൻ്റെ ദുർവാശിയാണ്, എൻ്റെ ദുശ്ശാഠ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനെല്ലാം ശരിയാണെന്നുള്ള ഭാവമാണ്. ഞാൻ എൻ്റെ ഭാര്യയെ അടക്കി വാഴുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ സമ്പൂർണ്ണമായി അനുസരണത്തിൽ നിർത്തുന്നു, അതെൻ്റെ കഴിവാണ് എന്ന് നിങ്ങൾ അഭിമാനിച്ചുകൊണ്ട് നിങ്ങളാണ് കുറ്റവാളി എന്ന് മനസ്സിലാകാതെ നിങ്ങൾ പിന്നെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നു. തന്മൂലം നിങ്ങൾ കൺവേർഷൻ കിട്ടുന്നില്ല. കൺവേർഷൻ വരട്ടെ. ഞാനാണ് ഉത്തരവാദി, ഞാനാണ് കുറ്റവാളി. എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വേദന വരുത്തുന്നതിന് കുറ്റവാളി ഞാനാണ്. അവളുടെ ഹൃദയത്തെ ഞാൻ നൊമ്പരപ്പെടുത്തി, അവളുടെ ഹൃദയത്തെ ഞാൻ വ്രണപ്പെടുത്തി,
അവളുടെ അഭിമാനത്തെ ഞാൻ വ്രണപ്പെടുത്തി. അവളെ ഞാൻ തരം താഴ്ത്തി കണ്ടു. എൻ്റെ ഭർത്താവിനൊരു വിലയും ഞാൻ കൊടുത്തില്ല. അദ്ദേഹത്തിന് ഞാനൊരു മാനവും കൊടുത്തില്ല. അദ്ദേഹത്തെ ഞാൻ ഒന്ന് ബഹുമാനിക്കേണ്ട സമയത്ത് ബഹുമാനിക്കുന്നതിന് പകരം അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അവമാനിക്കുകയും അദ്ദേഹത്തെ തരം താഴ്ത്തുകയും ചെയ്തു പോയി. അദ്ദേഹത്തിൻ്റെ കുറ്റമെല്ലാം എൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പലതും ഓർക്കാനുണ്ട്. കൺവിക്ഷൻ കുറ്റബോധം, കൺട്രീഷൻ തകർന്ന ഹൃദയം, കൺവേർഷൻ മാനസാന്തരം. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്തത് എന്താണ്? കൺഫെഷൻ. എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഏറ്റുപറഞ്ഞു. കൺഫസ് ചെയ്തു, ഏറ്റുപറഞ്ഞു. കൺവിക്ഷനില്ലാതെ ഏറ്റുപറഞ്ഞാൽ പ്രയോജനമില്ല. കൺട്രീഷനില്ലാതെ ഏറ്റുപറഞ്ഞാൽ പ്രയോജനമില്ല. കൺവേർഷനില്ലാതെ ഏറ്റുപറഞ്ഞാൽ പ്രയോജനമില്ല. ഏറ്റുപറച്ചിലിന് മുൻപ് കുറ്റബോധം വരണം, തകർന്ന ഹൃദയം വരണം, മാനസാന്തരം വരണം, എന്നിട്ട് ഏറ്റുപറയണം. നാലാമത്തേതാണ് ഏറ്റുപറച്ചിൽ, കൺഫെഷൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യോനാ പ്രവാചകൻ നിങ്ങൾക്കൊരു പാഠം തരട്ടെ. യോനാ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. യോനാ പ്രവാചകൻ്റെ ഈ അനുഭവം നമുക്കൊരു പുതിയ പാഠം തരട്ടെ. നിങ്ങൾക്ക് അനുതാപം വരുന്നുണ്ടോ? തിരിഞ്ഞു നിന്ന് ചിന്തിപ്പാൻ വക തരുന്നുണ്ടോ? ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. പാപത്തെ വിട്ട് ഒഴിയുക. അനുതാപത്തോടെ കർത്തൃസന്നിധിയിലേക്ക് വരിക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ. എൻ്റെ കർത്താവേ, കുറ്റബോധവും പാപബോധവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യഥാർത്ഥ മാനസാന്തരത്തിലേക്കും സാക്ഷാത്തായ ഏറ്റുപറച്ചിലേക്ക് എല്ലാവരെയും നടത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.